ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. അറിയാലോ, ഞാനിപ്പോൾ നെതർലാൻഡിലാണ്, ആംസ്റ്റർഡാമിലാണ്. അപ്പം ആംസ്റ്റർഡാമിൽ എൻ്റെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം ബ്രോ ആണ്. ബ്രോ ഒന്നും കൂടി പരിചയപ്പെടുത്തിക്കോ. ഹലോ, നിബിൻ. എൻ്റെ പേര് നിബിൻ. ഞങ്ങൾ 2021 ഞാൻ ആംസ്റ്റർഡാമിൽ വന്നപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്, പരിചയപ്പെട്ടത്. അപ്പം അതിനുശേഷം ഞാൻ എപ്പം വരുമ്പോഴും പുള്ളിയാണ് കോൺടാക്ട് ചെയ്യാറ്. പിന്നെ അന്ന് ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്ത് മൊത്തം പുള്ളിയുടെ കൂടെയായിരുന്നു. നമ്മളൊരു ചങ്ക് ബ്രോ ആണ്. പുറകിലുള്ളത് പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആണ്. ഹലോ, യു ക്യാൻ ഇൻട്രൊഡ്യൂസ്. ക്രിസ്റ്റീന, പുള്ളിക്കാരത്തി ഇവിടെ തന്നെയാണ്, പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആണ്. അപ്പം ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം ഒരുപാട് പേർക്ക് യൂറോപ്പിലേക്ക് വരാനും ഇവിടുത്തെ യൂറോപ്യൻസ് ഒക്കെ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പം അതെങ്ങനെയാണ് സിമ്പിളായിട്ട് നടക്കാനുള്ള ടിപ്സ് ആണ് ഇത് നമ്മുടെ ബ്രോ നമുക്ക് വേണ്ടി പറയാൻ പോകുന്നത്. ബ്രോ തുടങ്ങിയാലോ? യെസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാ എങ്ങനെയാണ് ബ്രോ ഇവിടുന്ന് എങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്? ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടണം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഓൺലൈനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. ഇവിടെ വന്നിട്ട് ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്, പിന്നെ ആപ്സ് ഉണ്ട്. ടിൻഡർ ആണ് ഇവിടെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത്. ബ്രോ ഞാൻ ചോദിക്കുന്നത് അതല്ല, എങ്ങനെയാണ് നമ്മൾ ഒരു പെണ്ണിനെ വളച്ച് നമ്മൾ കല്യാണം കഴിക്കുക? ടിൻഡർ വഴി കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇവിടെ പറ്റുന്നുണ്ട്. ടിൻഡർ ഇവിടെ ഭയങ്കര എന്താ പറയുക, ആളുകൾ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഉള്ളത് ഇവിടുത്തെ ക്ലബുകളിലും ബാറുകളിലൊക്കെ പോയി ആൾക്കാരെ പരിചയപ്പെടാം. അത് ഇവിടുത്തെ സെക്കൻഡ് പോപ്പുലർ വേ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ക്ലബുകളിലും പബ്ബുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ പരിചയപ്പെടുന്ന പെൺകുട്ടികൾ നല്ലവരാവണം എന്നുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആൾക്കാരാവില്ല? അങ്ങനെയും കാണാം. പക്ഷെ ആൾക്കാർ എന്താ പറഞ്ഞ ആദ്യമേ കാണുന്ന ആളിനെ തന്നെ പ്രേമിക്കണമെന്നില്ല. ഇപ്പൊ ഒരുപാട് പേര് പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും, ഒരുപാട് ട്രയൽ ആൻഡ് എറർ കഴിയുമ്പോഴായിരിക്കും ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു രീതി തന്നെയാണ്. ഓക്കെ, അപ്പം ബ്രോ എത്ര തവണ ട്രൈ ചെയ്തിട്ട് നല്ല ലൈഫ് പാർട്ണറെ കിട്ടാൻ വേണ്ടിട്ട്? ഞാൻ അങ്ങനെ അധികം ട്രൈ ഒന്നും ചെയ്തിട്ടില്ല. ബ്രോ ആരും കാണൂല, നിങ്ങൾ പേടിക്കണ്ട. ഇത് ആരും മലയാളികളൊന്നും കാണൂല ബ്രോ. നിങ്ങൾ മനസ്സങ്ങ് തുറക്കൂ, മനസ്സിനുള്ളിലൊക്കെ ഇങ്ങ് വരട്ടെ. ഇല്ല, നമ്മൾ അങ്ങനെ അധികം ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഓൺലൈനായിട്ടാണ് കണ്ടുപിടിച്ചത്. പക്ഷെ പുള്ളിക്കാരത്തി ഇവിടെ യൂറോപ്പിലല്ല, റഷ്യക്കാരിയാണ്. അപ്പം ഞങ്ങൾ പിന്നെ തുർക്കിയിൽ കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. അപ്പം തുർക്കിയുടെ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് റഷ്യക്കാർക്കും വീസ വേണ്ട തുർക്കി വരാൻ. ഇവിടെ യൂറോപ്യൻസിനും വീസ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ടർക്കിയിൽ കാണാൻ തീരുമാനിച്ചത്. അപ്പൊ ആദ്യമായിട്ട് അവിടെ വെച്ച് കണ്ടു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, പിന്നെ നമ്മള് ഓൺലൈനായിട്ട് വീണ്ടും സംസാരിച്ചു. അങ്ങനെ പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ നെതർലാൻഡ്സിലോട്ട് വരാം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ നെതർലാൻഡ്സിലോട്ടുള്ള വീസ എല്ലാം റെഡിയാക്കി ഇവിടെ വന്നു. ആദ്യമേ വന്ന് 3 മാസം ഇവിടെ താമസിച്ചു. എന്നിട്ട് 3 മാസം വീസ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പോയി. പിന്നെ കുറച്ച് കാലം വീണ്ടും വന്നു. അപ്പം പിന്നെ പുള്ളിക്കാരത്തി ഡിസൈഡ് ചെയ്തു ഇവിടെ വന്ന് താമസിക്കണമെന്ന്, നെതർലാൻഡ്സിൽ വന്ന് പെർമനന്റ് ആയിട്ട് താമസിക്കണമെന്ന്. പിന്നെ ഇതിനു വേണ്ടി ഡച്ച് ഭാഷ പഠിക്കണം, അതൊക്കെ എല്ലാം ഒരുപാടൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ എല്ലാം എടുത്തു. പിന്നെ ഇവിടെ വന്ന് വീസ എല്ലാം റെഡി ആയപ്പോഴത്തേക്കും ഇവിടെ വന്ന് താമസിക്കുക, ഫുൾ ടൈം താമസത്തിൽ. പട്ടിപ്പണിയാണല്ലേ ശരിക്കും, കഷ്ടപ്പാടാണ്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങളിപ്പം കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എങ്ങനെയാ പറയുന്നത്? നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്ക് അറിയുന്നത് ഒന്ന് പ്രണയം, പിന്നെ ഒന്ന് ലിവിങ് ടുഗദർ, ഇപ്പൊ ഒന്ന് സിറ്റുവേഷൻഷിപ്പ് ടുഗദർ, അങ്ങനെ എന്തോ ഒരു സാധനം ഇപ്പം കിടപ്പുണ്ട്. പിന്നെ ഉള്ളത് ഷുഗർ ഡാഡി, ഷുഗർ മോമി ഒക്കെ അങ്ങനെയൊക്കെയാണ്. അതല്ലാതെ കല്യാണം നമ്മുടെ നാട്ടിലത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, നെതർലാൻഡ്സിൽ എന്തൊക്കെ സിസ്റ്റമാണ് ഇപ്പോൾ വർക്ക് ആവുന്നത്? ഇവിടെ കൂടുതലും ഇപ്പം കല്യാണങ്ങൾ തീരെ ഇല്ല. ആൾക്കാർ കല്യാണം കഴിക്കുന്നത് ഒരു ഓൾഡ് ഫാഷൻ ആയിട്ടായിരിക്കുന്നത്. ഇപ്പം കല്യാണം കഴിക്കുന്ന വൈഫിനൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓൾഡ് ഫാഷനാണ്. ഇപ്പൊ എല്ലാവരും എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്നത്. ഓൾമോസ്റ്റ് എവരിബഡി ഗേൾ ഫ്രണ്ട് ആണ്. ചിലപ്പോൾ കുട്ടികൾ 1-2 കുട്ടികൾ അതിന് ശേഷം ചിലവർ കല്യാണത്തെ കുറിച്ച് ആലോചിക്കും. പിന്നെ കല്യാണം കഴിക്കുന്നവർ കൂടുതലും ഭയങ്കരമായിട്ട് ക്രിസ്ത്യൻ വിശ്വാസികളാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ കല്യാണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇവിടെ റിലീജിയസ് വിശ്വാസികൾ തീരെ കുറവാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പൊ അതുപോലെ തന്നെ മാരേജസിന്റെ എണ്ണവും എന്താ പറയുക കുറഞ്ഞു വന്നു. പിന്നെ ചില ആൾക്കാർ കല്യാണം കഴിക്കുന്നത് കാരണം അവർക്ക് ഒരു വെഡിങ് ഫോട്ടോ വേണം, അതിനുവേണ്ടി മാത്രം പള്ളിയിൽ പോയി കല്യാണം കഴിക്കുന്നുണ്ട്. അവർ ഫോട്ടോയോടുള്ള ഒരു ആരാധനയുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഒരു മാരേജ് എടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരും മുനിസിപ്പാലിറ്റിയിലാണ് കല്യാണം കഴിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് €100 ഫീസ് അടച്ചാൽ മതി. അപ്പൊ അവര് തന്നെ മാരേജ് എല്ലാം രജിസ്റ്റർ ചെയ്ത് ശരിയാക്കി തരും.
ഓക്കെ. അപ്പോൾ വേറെ ഇപ്പം US-ലും ഇതുപോലുള്ള കൺട്രിയിലൊക്കെ ആണെങ്കിൽ അറിയാം, നമ്മുടെ നാട്ടിലാണെങ്കിലും ഞാനിപ്പോൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, നമ്മുടെ ലീഗിൽ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വത്തിൻ്റെ പകുതി അവകാശം അവർക്കാണ്. നമ്മളിപ്പോൾ അവരെ ഡിവോഴ്സ് ചെയ്യുമ്പോഴും അല്ല അവരുമായിട്ട് ഒഴിവായിട്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ സ്വത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കണമെന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പം ഇവിടുത്തെ കല്യാണങ്ങൾക്ക് അതേ നിയമമാണോ വരുന്നത്? ഇവിടെ ഒരു 6-7 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു, ഒരു സ്വത്തിന്റെ പകുതി കൊടുക്കണമെന്ന് നിയമം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നിയമമൊക്കെ അവർ എടുത്തു കളഞ്ഞു. ഇപ്പം നമുക്ക് മാരേജിന് മുമ്പായിട്ട് ഒരു ലീഗൽ ഡോക്യുമെന്റ് ഒപ്പിടാം, ഇപ്പം 50% കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, പിന്നെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കല്യാണങ്ങൾ അധികം നടക്കുന്നത് ഓക്കെ ഞാൻ പറയാൻ കാരണം ഇപ്പം നിങ്ങൾക്കറിയോ, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, ഈ പ്രപ്പോസിൻ്റെ വീഡിയോസ്, മുട്ടും കുത്തി നിന്നിട്ട് ഇങ്ങനെ മോചനം കാണിച്ച് പ്രപ്പോസിൻ്റെ വീഡിയോസ്, അതിൽ അവരൊക്കെ വാവ് എന്നൊക്കെ ആക്കി ഭയങ്കര റിയാക്ഷനൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ലിവിങ് ടുഗദറായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും അവിടെ പ്രോമിസ് ഇല്ല, എപ്പം വേണം ഒഴിവാക്കിയിട്ട് പോവാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നേരെ മറിച്ച് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രോമിസ് ആയി, പിന്നെ ലൈഫ് ലോങ് കൂടെ തന്നെ, പിന്നെ ഇനി സെപ്പറേറ്റഡ് ആകുമ്പോഴും ആ ഒരു വ്യക്തിയുടെ സമ്പാദ്യത്തിൻ്റെ പകുതി അവിടെ അങ്ങനെ തന്നെ ആ ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇപ്പോൾ UK-ലാണെങ്കിൽ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കല്യാണങ്ങൾ വളരെ റെയറാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രപ്പോസ് ചെയ്യുമ്പോഴും ഇത്ര വലിയൊരു സന്തോഷം വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പ്രണയം പ്രപ്പോസ് ചെയ്തിട്ട് ഈ ഒരു കൈൻഡ് ഓഫ് സന്തോഷം കണ്ടെത്താൻ അവിടെ നോക്കുന്നുണ്ട്. അതാണ് സത്യം. എന്നിട്ട് മൊത്തത്തിൽ എങ്ങനെ പോകണം നെതർലാൻഡ് ലൈഫ്? കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. Happy? Happy. You wanna say something? Yes, yeah, almost happy with Nibin. Yeah. Okay, so you like to be in Russia or you like to be in Netherlands? No, I like more here because here you're feeling more free. More free? Yeah. Okay. So you been in Kerala, right? പുള്ളിക്കാരത്തി ഒരു കാര്യം കൂടി, പുള്ളിക്കാരത്തി കേരളത്തിൽ വന്നിരുന്നു നമ്മുടെ ബ്രോന്റെ കൂടെ. എത്ര ദിവസം ഉണ്ടായിരുന്നു ബ്രോ? ഒരു മാസത്തോളം കേരളത്തിൽ വന്നിരുന്നു. പുള്ളിയുടെ വീട്ടിലും അവിടെ ഇവിടെ ഒക്കെ സ്റ്റേ ചെയ്തിരുന്നു. സോ ടെൽ മീ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് യുവർ കേരള എക്സ്പീരിയൻസ്. Oh, it was amazing, really. It's really a beautiful country and really nice people. They're kind and amazing food. I really like food. So which kind of food you loved most? Parota. Parota and beef? Curry. No, beef curry actually was really spicy. Yeah. Spicy. Yeah, And too which much place spicy. you like most in Kerala? Trivandrum. Trivandrum. Kovalam. Kovalam, yes. ഓ, കോവളത്തുകാർക്കാണ് കേട്ടോ മാർക്ക് കൂടുതൽ. സോ വാട്ട് ഇസ് ദ റീസൺ വൈ? Beach. Yeah, because of beach and beautiful sea and also Ayurveda. Ayurvedam. You been in any Ayurvedic therapy or something? Yeah, I was in the Ayurvedic massage. Okay. Good. അപ്പം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് ബീച്ച്, തെറാപ്പി, കോവളം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗോവയിലൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഗോവയിനേക്കാൾ നല്ല കിടിലം പോലത്തെ ബീച്ചുകൾ നമ്മളെ കേരളത്തിലുണ്ട്, കോവളത്ത് തന്നെയുണ്ട്. അതാണ് എൻ്റെ സത്യം. പക്ഷേങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരുടെ ചിന്താഗതിയും അവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതിയും മാറ്റാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയില്ല, ടൂറിസ്റ്റുകൾ ഒരു അല്പവസ്ത്രധാരികളായ, അങ്ങനെ തന്നെ പറയാം, അല്പവസ്ത്രധാരികളായ ടൂറിസ്റ്റുകളെ കണ്ടു കഴിഞ്ഞാലൊക്കെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള നോട്ടാണ്. ഇപ്പം ചില ആണുങ്ങളാണെങ്കിൽ വളരെ കാമത്തോടു കൂടി നോക്കും, ചില പെണ്ണുങ്ങളാണെങ്കിൽ ഒരു വെറുപ്പോടുകൂടി നോക്കും. ഒരു ടൂറിസ്റ്റിനെ ആക്രമിച്ച കേസൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ നാടിനേക്കാൾ പ്രിയം ഗോവയിലും അങ്ങനെയൊക്കെയാണ്. അവിടെ മെയിനായിട്ടുള്ളത് പോവാം, വെള്ളമടിക്കാം, ബാറൊക്കെ ഓപ്പണാണ്, ബാക്കി ലഹരി കാര്യങ്ങളൊക്കെ കിട്ടും, ഒക്കെ ഓപ്പണാണ്. പിന്നെ ഡാൻസ് ബാറ്, പബ്ബുകൾ, കാര്യങ്ങൾ ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അവിടെ മെയിനായിട്ട് നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും നമ്മൾ പബ്ലിക്കിൽ എന്ത് ചെയ്താലും അവിടുത്തെ നാട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. കാരണം അവർ ആ ഒരു കൾച്ചറിനോട് ഇടങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് നാട്ടിൽ വന്നിട്ട് അവർ ഇതേ അഭിപ്രായം എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് കുറച്ച് എന്താ പറയുക, റഷ്യൻ ഫ്രണ്ട്സ് തന്നെ അവർ നാട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞ റീസണാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. സോ ബ്രോ, എന്താണ് ഇവിടെ യൂറോപ്പിൽ വന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഉള്ളത് നെതർലാൻഡ് പാസ്പോർട്ട് അല്ലേ? നെതർലാൻഡ് പാസ്പോർട്ടാണ്. ഇപ്പം ഇവിടെ 3 വർഷം ഒരു യൂറോപ്യൻ സിറ്റിസന്റെ വൈഫായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണറായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂറോപ്യൻ പാസ്പോർട്ട് കിട്ടും. ഇപ്പം 3 വർഷം കഴിഞ്ഞ് ഡച്ച് പരീക്ഷയും കൂടെ പാസ്സായി അപ്ലൈ ചെയ്തു, അപ്പോഴത്തേക്ക് തന്നെ പാസ്പോർട്ട് ഇഷ്യൂ ആയി കിട്ടി. അടിപൊളി, ഹാപ്പി. അപ്പൊ ഇനി വേറൊരു അഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പം എന്റെ വൈഫ് ആയതുകൊണ്ട് തന്നെ 2 പാസ്പോർട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പൊ അല്ലാതെ ഒരു വർക്ക് വിസയിൽ വന്നിട്ടാണെങ്കിൽ ഇവിടുത്തെ പാസ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും റഷ്യൻ പാസ്പോർട്ട് കളയണമെന്ന് നിയമമുണ്ട്.
അപ്പൊ എനിക്കും ഇപ്പൊ ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ല, കാരണം ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണ്. ഇവിടെ ഒരു ഡച്ച് കിട്ടിയപ്പോഴത്തേക്കും കളഞ്ഞു. പുള്ളിക്കാരത്തേക്ക് രണ്ടും കീപ്പപ്പ് ചെയ്യാം. അപ്പൊ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും പോകാം. 2 പാസ്പോർട്ട് ഉണ്ട്. ഇപ്പൊ റഷ്യൻ പാസ്പോർട്ട് ഉണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ പോകാം. യൂറോപ്യൻ യൂണിയൻ പാസ്പോർട്ട് ഉണ്ട്, വേറെ ഒരുപാട് രാജ്യങ്ങൾ. അപ്പൊ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും 2 പാസ്പോർട്ട് കൊണ്ട് കവർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം മെയിനായിട്ട് കാര്യം, ബ്രോ ആക്ച്വലി ഡച്ച് പാസ്പോർട്ട് ഹോൾഡറാണ്, മലയാളിയാണ്, നല്ല നാടൻ മലയാളിയാണ്. പക്ഷെ പുള്ളി ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ല. എത്ര വർഷമായി ബ്രോ പാസ്പോർട്ട് മാറിയിട്ടും? ഒരു 8 വർഷമായി. 8 വർഷത്തോളമായി പുള്ളി ഇവിടുത്തെ പാസ്പോർട്ടാണ്. പുള്ളി വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ, ആ ഒരു ടെക്ക്, ആ ഒരു മേഖലയിലാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ നല്ല രീതിയിൽ പരിചയപ്പെടുത്തുന്നത്, അതുകൊണ്ടാണ് ഇപ്രാവശ്യം പരിചയപ്പെടുത്തൽ കുറച്ച് കുറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പം നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് ചാടി ഇവിടെ വന്ന് ഏതെങ്കിലും യൂറോപ്യൻ വേണ്ടിയെങ്കിലും കല്യാണം കഴിച്ച് ഇവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും എന്താണ് ഷോർട്ടായിട്ട് ഗുരുനാഥിന് പറയാനുള്ളത്? ഇവിടുത്തെ ആദ്യമേ ജോലി മേടിക്കുക. അപ്പം ജോലി കിട്ടുന്ന അത്ര എളുപ്പമല്ല. പൊതുവെ ഇവിടെ ഇന്ത്യക്കാർ വരുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇൻഫോസിസ്, TCS പോലുള്ള വലിയ കമ്പനികളിൽ ജോലി മേടിച്ചിട്ട് പിന്നെ ഓൺസൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ചിലവര് ലിങ്ക്ഡിൻ ഒക്കെ വഴി സോഫ്റ്റ്വെയർ ജോബ്സ് അങ്ങനെ അല്ലാതെ ജോബ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ വരും. ലിങ്ക്ഡിൻ ആണ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ലക്ക് അനുസരിച്ച്, നമ്മുടെ സമയം കിട്ടുന്നതനുസരിച്ച് ഓക്കെ ഇവിടെ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കാം. ഇവിടുത്തെ ആപ്പുകളാണ് ആപ്സും പിന്നെ വെബ്സൈറ്റ്സും പിന്നെ പബ്ബുകളും പിന്നെ അല്ലാതെ ഈവെന്റുകളുണ്ട്, മീറ്റപ്പ് ഈവെന്റുകളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പോയി പെൺകുട്ടികളെ പരിചയപ്പെടാം, പാർട്ട്നേഴ്സിനെ പരിചയപ്പെടാം. പോണ്ടേ, എനിക്ക് വേണം കേട്ടോ, എനിക്ക് മതി ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പം സിമ്പിളാണ് ഇന്നത്തെ സബ്ജക്റ്റ്, എങ്ങനെയാണ് യൂറോപ്പിൽ പോയി കല്യാണം കഴിക്കാം. പക്ഷെങ്കിൽ പവർഫുള്ളാണ് കേട്ടോ. ചിലപ്പം നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ ഒരു ആഗ്രഹം വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കമന്റ് ബോക്സിൽ അവരുടെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യും. ഇപ്പം തന്നെ മെൻഷൻ ചെയ്തിട്ട് അവർക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കും. ഓക്കെ. അപ്പോൾ നെതർലാൻഡ്സിലെ കാഴ്ചകൾ, ആംസ്റ്റർഡാമിലെ കാഴ്ചകൾ വരുന്നില്ല. എല്ലാവരും കീപ് സപ്പോർട്ടിങ് മീ. അടിപൊളി വീഡിയോസ്, അടിപൊളി ഫോട്ടോസ്, അടിപൊളി റീൽസ് വരാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് നല്ല നല്ല ഈ കാഴ്ചകൾ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങൾ കാണാൻ കിട്ടും. ഓക്കെ. ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ആവശ്യപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരാനുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാം.